അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുജാഹിദ് മൗലവിയുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. നഊദു ബില്ലാഹ്, പറയാൻ തന്നെ മടിയാണ്. അദ്ദേഹം പറയുന്നത് ഹൈന്ദവ ആചാര്യന്മാരിൽപ്പെട്ട ശ്രീകൃഷ്ണനും ശ്രീരാമനുമൊക്കെ അമ്പിയാക്കന്മാരിൽപ്പെട്ടവരാണെന്നും മുർസലീങ്ങളിൽപ്പെട്ടവരാണെന്നും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതാണെന്നും പറയുന്ന ഒരു വഹാബി മൗലവിയുടെ വീഡിയോ. നഊദു ബില്ലാഹ്, ഇസ്ലാമിൽ നിന്ന് തുറച്ചു പോകുന്ന വാക്കല്ലേ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചീഞ്ഞു നാറിയ വിശ്വാസമല്ലേ അത് അറിയിക്കുന്നത്? ഖുർആനിനെയും ഹദീസിനെയും പ്രവാചകന്മാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ശൈലിയല്ലേ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്? സാധാരണ ജനങ്ങളുടെ ഈമാൻ കബളിപ്പിക്കുന്ന ആശയമാണ് അദ്ദേഹം ഇവിടെ പ്രചരിപ്പിക്കുന്നത്. വഹാബികളായ ആളുകൾ സുന്നികളെ മുശ്രിക്കാക്കുകയും അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളെ തൗഹീദിൻ്റെ അയൽക്കാരാക്കുകയും ചെയ്യുന്ന ആശയമല്ലേ ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്നത്? നഊദു ബില്ലാഹ്, എന്തൊരു വാക്കാണ്! ഇവിടെ പച്ചയായി തന്നെ അനിഷേധ്യമായി അറിഞ്ഞ ഒരു വിഷയത്തിനെ നിഷേധിക്കുക എന്നുള്ളത് അത് എത്രമാത്രം ബുദ്ധിപരമാണ്! സുബ്ഹാനല്ലാഹ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കന്മാർക്കും അടിസ്ഥാനപരമായി ഒരേ ആശയം തന്നെ ഉള്ളതാണ്. അവർ ഒരേ ആശയത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ നിലകൊണ്ടത്. ജനങ്ങളെ പ്രബോധനം ചെയ്തതും ഇസ്ലാമിലേക്ക് വിളിച്ചതും ഒരേ ആശയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതാണ് അള്ളാഹുവിനിക്ക് മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനിക്ക് ശിർക്ക് വെക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത വേറെ ഒരു ദൈവവസ്തു ഇല്ല എന്ന് ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് അന്ത്യനാൾ വരുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേയുള്ള എല്ലാ പ്രവാചകന്മാരും പ്രചരിപ്പിച്ചത് അതല്ലേ? പിന്നെ എങ്ങനെയാണ് ഒരു ശിർക്കിൻ്റെ അഹ്ലിക്കാർ അമ്പിയാക്കന്മാരുടെ ലിസ്റ്റിൽ പെടുക? പിന്നെ എങ്ങനെയാണ് ഹൈന്ദവാചാര്യന്മാരിൽപ്പെട്ട ശിർക്കിൻ്റെ അഹ്ലിക്കാർ തൗഹീദിൻ്റെ അഹ്ലിക്കാരാവുക? ഇവിടെ ശ്രീകൃഷ്ണനെയും ശ്രീരാമൻ്റെയും ആശയങ്ങളും ആദർശങ്ങളും ഞാൻ മറ്റുള്ള മതത്തിന് ചീത്ത പറയലല്ല, അവരെ ഒന്നും കുറവാക്കലല്ല. പക്ഷേ അവരുടെ വിശ്വാസം ബഹുദൈവ ആരാധനയാണ്. ബിംബത്തിനിക്ക് ആരാധിക്കുകയും അതുപോലെ തന്നെ സൂര്യനിക്കും ചന്ദ്രനിക്കും ആരാധിക്കുന്ന, അതുപോലെ തന്നെ ശിർക്കിനിക്ക് കൂട്ടുതിന്ന ഈ ശ്രീരാമനും ശ്രീകൃഷ്ണനും എങ്ങനെയാണ് തൗഹീദിൻ്റെ അയൽക്കാരാവുക? എങ്ങനെയാണ് അമ്പിയാക്കന്മാരെ ലിസ്റ്റിൽ പെടുക? എന്നാൽ അവർ തൗഹീദിൻ്റെ അയൽക്കാരാണെന്നും അമ്പിയാക്കന്മാരുടെ ലിസ്റ്റിൽ പെടുന്നുണ്ട് എന്നെങ്കിൽ ഈ മൗലവിയുടെ വിശ്വാസം എത്രമാത്രം ശരിയായിരിക്കും? ഞാൻ ചീത്ത പറയല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നിങ്ങൾ കേട്ടു നോക്കൂ. ക്രമം സ്വീകരിക്കുന്നവർ അവര് പുണ്യപുരുഷന്മാരായും അവരുടെ പുണ്യാളന്മാരുമായിട്ടൊക്കെ വാഴ്ത്തുന്ന അംഗീകരിക്കുന്ന ആളുകളിൽ പലരും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഭൂമുഖത്ത് കടന്നു വന്ന പ്രവാചകന്മാരാകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്തൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്ക് വന്ന് രണ്ട് മറുപടി പറയാൻ എന്ന നിലക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അനിഷേധ്യമായി അറിയപ്പെട്ടതല്ലേ അവർ ശിർക്കിന്റെ അയൽക്കാരാണെന്ന്, ഇന്ത്യയിൽ കടന്നു വന്ന ബഹുദൈവാരാധകന്മാരാണെന്ന് അറിയപ്പെട്ട ഒരു വ്യക്തികളെ അവരുടെ അനുയായികൾ പോലും അവരുടെ ഗ്രന്ഥങ്ങൾ പോലും ഇന്ന് ലഭ്യമാണ്. അങ്ങനെയുള്ള ശിർക്കിന്റെ അയൽക്കാർ അമ്പിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും ലിസ്റ്റിൽ പെടുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ആരോപണമാണ് ഖുർആനെയും അതുപോലെ തന്നെയും ഹദീസിനെയും ഇസ്ലാമിനെയും അദ്ദേഹം വിലയിരുത്തിയിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറഞ്ഞതല്ലേ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. മുൻകഴിഞ്ഞു പോയ തങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ എല്ലാ മുർസലീങ്ങളെയും
എല്ലാ പ്രവാചകന്മാർക്കും ഞങ്ങൾ വഹി ഇറക്കിയിട്ടുണ്ട്, വഹി അറിയിച്ചിട്ടുണ്ട്. എന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഒരൊറ്റ ഇലാഹുമില്ല, ഒരൊറ്റ ദൈവവുമില്ല. ഫഅബ്ദൂൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഏക ഇലാഹായ അല്ലാഹുവിനിക്ക് മാത്രം ആരാധിക്കണം എന്ന ആശയമായിട്ടല്ലേ സർവ്വ അമ്പിയാക്കന്മാരെയും മുർസലീങ്ങളെയും ലോകത്തേക്ക് അയച്ചത്? അതിന് വേണ്ടിയിട്ടല്ലേ അവർ പ്രബോധനം ചെയ്തതും ത്യാഗം ചെയ്തതും? നോക്കൂ നിങ്ങൾ, ഈസാ നബി അലൈഹി ഇസ്ലാം ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണല്ലോ. ആ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആശയം എന്താ ഖുർആൻ പറഞ്ഞത്? വഖാലൽ മസീഹു യാ ബനി ഇസ്രായീല ഉബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു النار വമാ ലിൽവാലിമീന മിൻ അൻസ്വാർ. ഈസാ നബി അലൈഹി ഇസ്ലാം ബനു ഇസ്രായേൽക്കാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ബനി ഇസ്രായേൽ, ഓ ബനു ഇസ്രായേൽക്കാരെ, ഉബ്ദുല്ലാഹ റബ്ബി വറബ്ബുക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനിക്ക് മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ആരെങ്കിലും ശിർക്ക് വെച്ചാൽ, ബഹു ദൈവാരാധകന്മാരായാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവൻ്റെ മേൽ സ്വർഗം ഹറാമാക്കി. വമഅവാഹു النار, അവൻ്റെ പാർപ്പിടം, അവൻ്റെ അഭയകേന്ദ്രം നരകമാണ്. വമാ ലിൽവാലിമീന മിൻ അൻസ്വാർ, ശിർക്ക് വെച്ചതായ അത്തരം അക്രമികൾക്ക് അവിടെ ഒരു സഹായികളുമില്ല. ഇതല്ലേ ഈസാ നബി അലൈഹി ഇസ്ലാം പ്രചരിപ്പിച്ചത്. ഇനി നോക്ക് നിങ്ങൾ, 1000-ഓളം വർഷം ജീവിച്ച മഹാനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. ആ നൂഹ് നബി അലൈഹി ഇസ്ലാം ജനതയോട് എന്താ പ്രബോധനം ചെയ്തത്? ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയിലേക്ക് ഞങ്ങൾ പ്രവാചകനായിട്ട് അയച്ചു. യാ ഖൗമി ഫഖാല യാ ഖൗം, നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഓ എൻ്റെ ജനതയെ, ഉബ്ദുല്ലാഹ, അല്ലാഹുവിനിക്ക് മാത്രം നിങ്ങൾ ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, മറ്റൊരു ദൈവത്തിന് നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്ക് വണ്ണമായ റബ്ബിൻ്റെ ശിക്ഷ വരുമല്ല ഞാൻ പേടിക്കുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആശയം. ഇനി നോക്ക് നിങ്ങൾ, പ്രവാചകൻ ഹൂദ് നബി അലൈഹി ഇസ്ലാം ആദ് സമുദായത്തിലേക്ക് അയക്കപ്പെട്ട ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ആശയം നോക്ക് നിങ്ങൾ. ഇലാ ആദിൻ അഖാഹും ഹൂദാ, ഹൂദ് നബി അലൈഹി ഇസ്ലാം ആദ് സമുദായത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്. അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഹൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഖൗമി ഉബ്ദുല്ലാഹ്, എൻ്റെ ജനതയെ, അല്ലാഹുവിനിക്ക് മാത്രം നിങ്ങൾ ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്ത മറ്റൊരു ദൈവമില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്തേ അള്ളാഹുവിനെ പേടിക്കുന്നില്ല, തഖ്വ ചെയ്യുന്നില്ലേ? ഇത് ഹൂദ് നബി അലൈഹി ഇസ്ലാം. ഇനി സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം, സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം എന്താ? ഇലാ സമൂദ അഖാഉം സ്വാലിഹ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. സമൂദ് ഗോത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഓ ജനതയെ, അള്ളാഹുവിനിക്ക് നിങ്ങൾ മാത്രം ആരാധിക്കണം, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. കണ്ടോ, ഒരേ ആശയം. ഇനി ശുഐബ് നബി അലൈഹി ഇസ്ലാം, മദിയനിലേക്ക് അയക്കപ്പെട്ട ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം എന്താ? ഇലാ മദിയന അഖാഉം ശുഐബ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ശുഐബ് നബി അലൈഹി ഇസ്ലാം മദിയന നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയുന്നു, എൻ്റെ സമുദായമേ, അള്ളാഹുവിനിക്ക് നിങ്ങൾ മാത്രം ആരാധിക്കണം, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇനി നോക്ക് നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം എന്താ? ഇബ്രാഹിം ഇദ് ഖാല ലിഖൗമി ഉബ്ദുല്ലാഹ വത്തഖൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, അള്ളാഹുവിനിക്ക് മാത്രം നിങ്ങൾ ആരാധിക്കണം, മറ്റൊരു വസ്തുവിനിക്കും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല.
നൂഹ് നബി അലൈഹി ഇസ്ലാം, ഷുഐബ് നബി അലൈഹി ഇസ്ലാം, ഹൂദ് നബി അലൈഹി ഇസ്ലാം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, എല്ലാ പ്രവാചകന്മാരും ആദം നബി അലൈഹി ഇസ്ലാം മുതൽ അന്ത്യനാൾ വരെ വരുന്ന എല്ലാ പ്രവാചകന്മാരും തൗഹീദാണ് ഇവിടെ പ്രബോധനം ചെയ്തിട്ടുള്ളത്. ഒരേ ആശയം തന്നെയാണ്. അത് ഏതാ? ഏകനായ അള്ളാഹുവിനിക്ക് മാത്രം നിങ്ങൾ ആരാധിക്കുകയും മറ്റുള്ള വസ്തുവിനെ നിങ്ങൾ പങ്കാളിയാക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാ? ഇവിടെ ശ്രീകൃഷ്ണന്റെ ആശയം എല്ലാവർക്കും അറിയാം, ശ്രീരാമന്റെയും ആശയം എല്ലാം അറിയാം. അവരൊക്കെയും ബഹുദൈവാരാധകന്മാരാണ്. പിന്നെ എങ്ങനെയാണ് അമ്പിയാക്കന്മാരുടെ ലിസ്റ്റിൽ അവർ പെടുക? എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ലിസ്റ്റിൽ അവർ പെടുക? അതുകൊണ്ട് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കൽ, ഇത്തരം തെറ്റായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം കേവലം ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതല്ലാതെ മറ്റ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ.